ഏട്ടാ അതെ ലഞ്ചിന് പോകുമ്പോ എല്ലാവരും ഉണ്ടാവോ? പിന്നെ ഓഫീസിൽ നിന്ന് എല്ലാവരും പോകുമ്പോൾ എല്ലാവരും കാണൂല്ലോ. ഷീനയും രാജിക്ക് ഉണ്ടാവോ? ഓ അപ്പം അതാണ് നിന്റെ പ്രശ്നം. അതെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമല്ല, അവളുമാർക്ക് കുറച്ച് ഇളക്കം കൂടുതലാ ഏട്ടനെ കാണുമ്പോ. പ്രത്യേകിച്ച് ആ ഷീന എനിക്കിഷ്ടമല്ല അവളെ. എന്റെ പൊന്നു മോളെ, നിനക്ക് സംശയരോഗമാണ്. ഇതിപ്പോ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചാൽ കുറയ്ക്കാൻ. പിന്നെ കണ്ട പെണ്ണുങ്ങള് നിങ്ങളെ കൂടെ കൊഞ്ചു കഴിയുന്നത് എനിക്ക് സംശയരോഗല്ലേ? അപ്പോഴേക്കും എന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കില്ലേ? അവരൊക്കെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, അവരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലോ, ആണുങ്ങൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? എനിക്ക് എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സിൽ. അങ്ങനെ ആണ് പെണ്ണെന്നൊന്നുമില്ല, എല്ലാവരും ഈക്വലാ. എന്നിട്ടല്ലേ ഇൻസ്റ്റാഗ്രാമിൽ 840 പെണ്ണുങ്ങളും 230 ആണുങ്ങളും മാത്രം ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? പെണ്ണുങ്ങളാണല്ലോ കൂടുതല്. അല്ല നീ എപ്പോ നോക്കിയത്? അതൊക്കെ ഞാൻ നോക്കി. എനിക്ക് പോലും അറിഞ്ഞൂടെ എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളത്. ഇൻസ്റ്റ ആണെങ്കിൽ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറില്ല. ഈ പെണ്ണുങ്ങൾക്ക് എന്താ നിങ്ങളെ കാണുമ്പോ ഇത്ര ഇളക്കം? നിങ്ങൾ ആരോ ശ്രീകൃഷ്ണനോ? അല്ല, ഈ നല്ല ഷർട്ടും പാന്റും കുറെ പെർഫ്യൂം ഒക്കെ അടിച്ചിങ്ങനെ നടക്കണോണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പിന്നാലെ നടക്കണത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നീ വന്നേ. എന്റെ മോളെ, നിനക്ക് എന്നെ സംശയമാണോ? എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷെ ഏട്ടന് നല്ല മാറ്റമുണ്ട്. പഴയ പോലെ സ്നേഹമൊന്നുമില്ല എന്നോട് ഇപ്പൊ. എടി, പഴയതിനേക്കാളും കൂടുതലാണ് എനിക്കിപ്പോ നിന്റെ അടുത്ത് സ്നേഹം. ആണോ? ആ ഏട്ടൻ പക്ഷെ ഇങ്ങനെ ഭയങ്കര ഒലിപ്പിച്ചും തമാശയൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളോട് സംസാരിക്കുന്നോണ്ടാ അവരിങ്ങനെ പിന്നാലെ കൂടെ നടക്കണത്. എനിക്കെന്ത് ടെൻഷൻ ഉണ്ടെന്ന് അറിയോ? എടി, ഓഫീസിൽ ഞാൻ അങ്ങനെ അധികം ആരടുത്ത് സംസാരിക്കുക പോലും ഇല്ല. പിന്നെ അതിനുള്ള സാഹചര്യവും ഇല്ല. അത്രയ്ക്ക് വർക്ക് പ്രഷറാണുള്ളത്, അറിയോ? നിന്റെ അടുത്ത് സംസാരിച്ചെന്ന് എന്റെ സമയം കൂടെ പോയി. നീ ഇങ്ങനെ ഓരോന്നും ഇരുന്ന് ആലോചിച്ച് കൂട്ടിക്കോ കേട്ടാ. അതെ, ഓഫീസ് കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് വരണേ. ചായ കുടിക്കാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോണ്ടാട്ടാ.